ഇതേപോലുള്ള ഒരു ഊമ്പിയ പരിപാടി ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന 7. ലാലേട്ടന് തന്നെ മനസ്സിലായോണ്ട് ലാലേട്ടൻ തന്നെ വന്ന് തൂത്ത് പറക്കിട്ട് ചന്നം പിന്നെ അറമാദിക്കും എല്ലാത്തിനെയും. പ്രത്യേകിച്ചും അനുമോളെ എടുത്തിട്ട് അച്ചാറാക്കുന്ന ഒരു സീൻ തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് വെച്ച് നോക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പുഷ്പ ഫ്ലവർ അത് സ്വയമേ തന്നെ പുറത്തവട്ടായി പോയത് തന്നെ നല്ല കാര്യം തന്നെ. ഈ നാറിയ കളിക്കാനകത്ത് നിന്ന് വെറുതെ നാണം കെടാതെ തന്നെ അത്രമാത്രം വൃത്തികെട്ട പരിപാടിയായിപ്പോയി ഇത്. അന്ന് ഞാൻ പറഞ്ഞത് അനുമോക്ക് ആര്യനോടോ കൂടി ഒരു ചെറിയ പ്രണയമുണ്ട്, പക്ഷെ ആര്യൻ അത് മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. അപ്പം ഇപ്പൊ അത് ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞപ്പോ തന്നെ അനുമോൾ അത് പറയുന്നത് ഞാൻ തമാശക്ക് പറഞ്ഞതാണെന്ന്. എന്ത് തമാശക്ക് പറയാൻ എന്തോ വല്ലവരുടെ പൊതുപ്പറമ്പാണ്, ആവശ്യം പോലെ വരുമ്പോ തൂറാനും അത് കഴിയുമ്പോ പോയി ചന്തി കഴുവാനും. അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കുക. അനുമോൾ ഈ അവസരത്തിനൊത്ത് കാല് മാറുന്നത് തന്നെ. ഇത്ര വൃത്തികെട്ട പരിപാടി എന്തായാലും ജീവിതത്തിൽ എന്നേക്കാ അതിനകത്ത് അങ്ങാണം കയറ്റിയായിരുന്നെങ്കിൽ അവരുടെ ഭാഗ്യം അവർ എന്നെ അതിനകത്ത് കയറ്റാഞ്ഞത് തന്നെ. കയറ്റിയായിരുന്നെങ്കിൽ ചിഹ്നം വിളിച്ചാണ് ഞാൻ അതിനകത്ത് കിടന്നുകൊണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ എന്നെ പിടിച്ചാൽ കിട്ടാതായി പോയേനെ. അത്ര മാത്രം ഇതിന്റെ ഇടയ്ക്ക് ഞാനിവിടെ കടന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്തോ ആയി തീർന്നാണ് ആ ബിഗ് ബോസിന്റെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, നമ്മുടെയൊക്കെ തലയിലെടുത്ത് ജനങ്ങൾ കാണുന്നതാ, ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ കാണുന്നതാ. എന്താ പുറത്തു വിടണം എന്താ പുറത്തു വിടണ്ടെന്ന് അറിയാൻ വയ്യാതെ എല്ലാം കാണിച്ചു കൂട്ടിട്ട് പിന്നെ ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം കൊണ്ട് വരുന്ന ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് ഞങ്ങൾ കേട്ടോ.